തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ ഈ 3 മണ്ഡലങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്ന മട്ടിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. ഇത് പല സർവേകളിലും ഇങ്ങനെ പറയുന്നു. കേരളത്തിൽ LDFന് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്, അഥവാ കിട്ടിയാൽ 1, പരമാവധി പോയാൽ 5 എന്നിങ്ങനെയൊക്കെ പറഞ്ഞുള്ള സർവേ ഫലങ്ങൾ വരുന്നു. UDFന് 17 മുതൽ 19 വരെ കിട്ടിയേക്കാം എന്ന് പറയുന്ന സർവേകളുണ്ട്, 15 കിട്ടിയേക്കാം എന്ന് പറയുന്നതുണ്ട്. ഏതായാലും BJPക്ക് വളരെ അപൂർവമായി ചിലർ മാത്രമാണ് 0 എന്ന് പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളവർ 1 മുതൽ 3 വരെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി, ആ കൗണ്ടറിൽ നിന്ന് പുറത്തിറങ്ങി നടന്നു പോകുന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തെടുത്ത് അതിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന റിസൾട്ടിനെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി ഭരണകൂടം സ്ഥാനമേൽക്കും എന്ന മട്ടിലാണ് എല്ലാ സർവേ ഫലങ്ങളും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലാണെങ്കിൽ 71 സീറ്റിൽ BJP ജയിക്കുമെന്നും NDA സഖ്യം ജയിക്കുമെന്നും ഇന്ത്യ സഖ്യം 10 സീറ്റിൽ അവസാനിപ്പിക്കേണ്ടി വരും എന്നുമൊക്കെയുള്ള കണക്കുകൾ വരുന്നു. മിക്ക സംസ്ഥാനങ്ങളിലും BJPയുടെ ശക്തമായ ലീഡിനെക്കുറിച്ചും NDA സഖ്യത്തിൻ്റെ കുതിപ്പിനെക്കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ടുള്ള സർവേ ഫലങ്ങൾ വരുമ്പോൾ ഇനിയിപ്പോൾ അധികം സമയം നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ കാണുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ എന്നതിനെക്കുറിച്ച് അറിയാൻ കൗതുകമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇതേക്കുറിച്ചുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഇതിൽ കുറിച്ചാൽ സന്തോഷം, നമുക്ക് വായിച്ച് രസിക്കാം. മറ്റുള്ളവരെ അറിയിക്കേണ്ടതാണെങ്കിൽ, അങ്ങനെയുള്ള യോഗ്യതയുള്ള കമൻറ്റുകളാണെങ്കിൽ നമുക്ക് അറിയിക്കുകയും ചെയ്യാം. ഓരോരുത്തരുടെയും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്, അത് മാന്യമായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നാട്ടിൽ വോട്ടെണ്ണാൻ വേണ്ടിയുള്ള ചൂട്, അതേസമയം കേരളത്തിലാണെങ്കിൽ അതിശക്തമായ മഴയുടെ ആധിക്യം, ഡൽഹിയിലാണെങ്കിൽ ശക്തമായ ചൂട്. കഴിഞ്ഞ ദിവസം പ്രകടമായത്, ഒരു 3 ദിവസം മുമ്പ് ഡൽഹിയിൽ പ്രകടമായ ചൂടെന്ന് പറയുന്നത് 52.3 ഡിഗ്രി സെൽഷ്യസാണ്. ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ ചൂടാണ്, റെക്കോർഡ് ചൂടാണ് 52.3. UAEയിലാണെങ്കിൽ ഇന്നലെ അലൈനിൽ 49.2 ഡിഗ്രി സെൽഷ്യസ് വന്നിരിക്കുന്നു. ഇന്ന് ദുബായിൽ വൈകുന്നേരം 6 മണിക്ക് പോലും ഒരു 44 ഡിഗ്രിയുടെ ചൂട് ജനിപ്പിക്കുന്ന വിധത്തിൽ, ആ പ്രതീതി ഉണ്ടാവുന്ന വിധത്തിലാണ് ചൂടിൻ്റെ പോക്ക്. മാത്രമല്ല 50 ഡിഗ്രി സെൽഷ്യസ് വരെയായി UAEയിൽ പലയിടത്തും ചൂട് വർദ്ധിക്കാം എന്ന മട്ടിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വരികയാണ്. അപ്പോൾ ഈ ചൂടിൻ്റെ കൂട്ടത്തിൽ വോട്ടെണ്ണൽ ചൂട് ചൊവ്വാഴ്ച വരുമ്പോൾ ഏതായാലും ഞങ്ങൾ ദുബായ് വാർത്തയും അനുബന്ധ ഓൺലൈൻ ചാനലുകളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞങ്ങളും പലയിടങ്ങളിലും ഞങ്ങൾ റിപ്പോർട്ടർമാരെ വിന്യസിച്ചിട്ടുണ്ട്. വിശകലനങ്ങളോ എന്തുകൊണ്ടങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്നതല്ല, എത്രയും വേഗം കാര്യങ്ങൾ ഇൻഫർമേഷൻ എത്തിക്കുക എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും പതിവ് പോലെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവുക. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല നിരവധി സമ്മാനങ്ങളും തത്സമയം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ക്യാഷ് സമ്മാനങ്ങൾ അടക്കം. ജൂൺ 1 ഇന്നു മുതൽ ദുബായിൽ ഈ സിംഗിൾ യൂസേജ് പ്ലാസ്റ്റിക് ബാഗുകളുടെ കാര്യം, അത് നിരോധനം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇനി കടലാസ് ബാഗുകൾ അല്ലെങ്കിൽ ചണം കൊണ്ടുള്ള ബാഗുകൾ ഇതൊക്കെ ഉപയോഗിക്കണമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പരിസ്ഥിതിക്ക് കേടുവരുന്ന വിധത്തിലുള്ള ബാഗുകൾ, ക്യാരി ബാഗുകൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല ഇന്നു മുതൽ എന്നത് കർശനമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യം, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലടക്കമുള്ള പല സുപ്രധാനമായ വസ്തുക്കളും പൊതിഞ്ഞു തരുന്നത് അല്ലെങ്കിൽ കമ്പനികൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അത് അച്ചാർ മുതൽ ചമ്മന്തിപ്പൊടി മുതൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾ, അതുപോലെ ബ്രെഡ്, ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാതെ കണ്ട് ആ കവർ കൊണ്ടുപോകുന്ന ക്യാരി ബാഗിൽ മാത്രമായി നിർബന്ധം ഇങ്ങനെ പിടിച്ചാൽ ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മുടെ പൊതുസമൂഹം എത്തുമോ എന്ന സംശയം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെയുള്ള പാക്കിംഗ് മെറ്റീരിയലിൻ്റെ കാര്യത്തിലും വലിയ മാറ്റം ഉടൻ തന്നെ വരും എന്ന് പ്രതീക്ഷിക്കണം. ഇതൊരു ചോദ്യമായി ചർച്ചയായി എല്ലായിടത്തും ഉയർന്നിട്ടുണ്ട്. ബലിപെരുന്നാൾ ഇതാ ആഗതമാകാൻ പോകുന്നു. ആ സമയത്ത് ബലിമൃഗത്തിൻ്റെ നിരക്കിൽ മാറ്റമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഏതായാലും UAE മാർക്കറ്റിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഇത്തവണ, പ്രത്യേകിച്ച് ബലിമൃഗം എന്നുള്ള രൂപത്തിൽ ആടിൻ്റെ വില എന്ന കാര്യം സൂചനയായി വന്നിട്ടുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, സോമാലിയ
എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് ഇവിടെ ആടുകളെ കൊണ്ടുവരുന്നത് ബലിപെരുന്നാൾ സമയത്ത്. 500 ദിർഹം മുതൽ 1400 ദിർഹം വരെയാണ് ബലിമൃഗങ്ങളുടെ അതിൻ്റെ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോസ്റ്റ് വരിക എന്ന കാര്യവും സൂചനയായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ അത് കൂടുതലാണ്. 500 ദിർഹം എന്ന് പറയുമ്പോൾ 7 കിലോഗ്രാമുള്ള അങ്ങനെയുള്ള ആടിനാണ് 500 ദിർഹം പറയുന്നത്. 8 ആണെങ്കിൽ അത് 600 800 ഒക്കെ ആവും. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതിന് പല കോസ്റ്റായിരിക്കും. ഇക്കാര്യത്തിൽ ഒരു പൊതുവായിട്ടുള്ള മാനദണ്ഡം ഉണ്ടാകും. കച്ചവടക്കാർക്ക് തട്ടിപ്പ് നടത്താൻ പറ്റില്ല എന്ന കാര്യം കൂടി ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. ഗൾഫിലെ ചൂടുകാലം എത്തിയെന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ പോക്കിൻ്റെ കാലം കൂടിയാണ്. നാട്ടിൽ മഴയാണ്, മനോഹരമായ കാലാവസ്ഥയാണ്, വെള്ളപ്പൊക്കം ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പ്രാർത്ഥനയാണ്. നമ്മൾ പ്രവാസികൾ കൂടുതലായിട്ട് നാട്ടിൽ പോകുന്ന സമയമാണിത്. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ലഗേജിൻ്റെ കാര്യത്തിൽ, കാർഗോയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് നിയന്ത്രണമുണ്ടല്ലോ. ആ നിയന്ത്രണം മറികടക്കുന്ന പലപ്പോഴും ഏറ്റവും വിശ്വസ്തരായ കാർഗോ കമ്പനികൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പോ പോകുന്ന സമയത്തോ നാട്ടിൽ എത്തിച്ചേരാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. 10-27 വർഷമായിട്ട് ഈ മേഖലയിൽ ദുബായിൽ, UAE പലയിടങ്ങളിലുമായി സജീവമായി പ്രവർത്തിക്കുന്ന എം ഗ്രൂപ്പ്, മിസ്റ്റർ മുനീർ കാവുങ്ങൽ എന്ന മനുഷ്യസ്നേഹിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരവധി നടത്തുന്ന, ഈ 27 വർഷത്തെ പരിചയസമ്പത്തുമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന, പരാതിരഹിത സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പേര് കേട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ എം ഗ്രൂപ്പ് ഇപ്പോൾ 3 ദിവസം കൊണ്ട്, ഏറിയാൽ 5 ദിവസം കൊണ്ട്, 3 മുതൽ 5 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ എക്സ്പ്രസ് കാർഗോ സർവീസായിട്ട് നമ്മുടെ സാധനങ്ങൾ നാട്ടിൽ ഏറ്റവും കുറഞ്ഞ കാശിന് എത്തിച്ചേരുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ പോകുന്ന ആളുകൾ 25-30 കിലോഗ്രാം കൊണ്ടുപോകാം. അതിനപ്പുറം 100, 200, 300 ഒക്കെ കിലോഗ്രാം കൊണ്ടുപോകാൻ പറ്റിയ ആളുകൾ ഒരുപാട് പേർ ആശിക്കുന്നു. അവർക്കൊക്കെ ആശ്വാസം പകരുന്ന വാർത്തയാണ് അദ്ദേഹം പറയുന്നത്. അത് ദുബായ്, ഷാർജ, അജ്മാൻ, അബുദാബി എന്നിവിടങ്ങളിലായിട്ട് നിരവധി ബ്രാഞ്ചുകൾ എം ഗ്രൂപ്പിൻ്റെ 123 കാർഗോ, അതുപോലെ തന്നെ ടൈം എക്സ്പ്രസ് കാർഗോ, ഈ 2 സ്ഥാപനങ്ങളും എം ഗ്രൂപ്പിൻ്റെ ആ ഒരു ലോഗോ വെച്ചിട്ടാണ് വരുന്നത്. ഇതുവരെ പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി പറയുന്നു. ആശങ്കയില്ലാത്ത വിധം കാർഗോ അയക്കാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ 27 വർഷം പിന്നിടുന്ന മിസ്റ്റർ മുനീറിൻ്റെ ഈ സ്ഥാപനത്തെ, എം ഗ്രൂപ്പിനെ അപ്രോച്ച് ചെയ്യാം എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. റേറ്റും അതിൻ്റെ ഡേറ്റും ഒക്കെ വിളിച്ചു ചോദിക്കാൻ വേണ്ടി 800-5123 കാർഗോ എന്നുള്ള ആ 123 800-5123 ഇതിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. ദുബായ് വാർത്തയുടെ ജൂൺ 1 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.